മഴക്കാലമാണ്, രാത്രിയാണ്, പെരുമഴ പെയ്യുന്നു, പുറത്ത് സ്കൂട്ടറൊക്കെ എടുത്ത് പുറത്ത് പോയാൽ നനഞ്ഞ് കുളിക്കും. അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ ഈ വൈകുന്നേരത്ത് അല്പം മദ്യം കിട്ടാൻ മാർഗമുണ്ടോ എന്ന് ആലോചിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് മദ്യം കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണോ? മദ്യം ഓൺലൈനായിട്ട് വിൽക്കാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നു ബെവ്കോ. പക്ഷേ മദ്യപരുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് പൂവണിയുമോ എന്ന് സംശയമാണ് എന്നാണ് മന്ത്രി എം ബി രാജേഷിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ബിവറേജസിൽ പോയി കാത്തു നിൽക്കാതെ, ബാറിൽ പോയി ഇരട്ടി വില കൊടുത്ത് മദ്യം വാങ്ങി കീശയിലെ പണം നഷ്ടപ്പെടുത്താതെ വീട്ടിലിരുന്ന് മദ്യം ഓൺലൈനായി വരുത്താൻ കഴിയുന്ന ഒരു സുവർണ സ്വപ്നകാലം വരുമോ എന്ന് ആഗ്രഹിക്കുന്ന മദ്യപരുണ്ടായിരിക്കാം. അവരെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ളൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ബെവ്കോ. മദ്യം ഓൺലൈനായി വിൽക്കാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ബെവ്കോ MD സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ചില ശുപാർശകളും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ശുപാർശയിലുള്ളത്. ബെവ്കോയുടെ നീക്കത്തിൽ നിരവധി ഓൺലൈൻ സ്ഥാപനങ്ങൾ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പലതും വരാറുണ്ടെങ്കിലും എടുത്തു ചാടി തീരുമാനിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ വാർത്തയും ഇതോടൊപ്പമുള്ള മദ്യക്കുപ്പികളുടെ ദൃശ്യങ്ങളും കാണുമ്പോൾ ഈ രാത്രി സമയത്ത് ഇത് കണ്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് മദ്യപാന പ്രവണത ഉണ്ടാവുന്നുണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന ടാഗ് ലൈൻ ഓർമ്മിപ്പിക്കട്ടെ.